തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു വാർത്തയിലേക്കാണ്. യെസ്, അത് നടൻ മണിയൻ പിള്ള രാജുവിന്റെ കാർ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു എന്നാണ് വാർത്തകൾ വരുന്നത്. ട്രിവാൻഡ്രം ക്ലബിന് സമീപമുണ്ടായ അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരായ നിവേദിത്, കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന് ശേഷം മണിയൻ പിള്ള രാജുവിന്റെ വാഹനം നിർത്താതെ പോയി എന്നാണ് പരാതി. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നടൻ കാറുമായി ഒളിവിൽ പോയി എന്നാണ് നിഗമനം. ഇന്നലെ രാത്രി 2 വട്ടം പോലീസ് മണിയൻ പിള്ള രാജുവിന്റെ വീട്ടിലെത്തി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ കാറുമായി മണിയൻ പിള്ള രാജു അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പോലീസിന്റെ അന്വേഷണം എവിടെ എത്തി? ജിൽസി, ദിവ്യ, വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ ട്രിവാൻഡ്രം ക്ലബിന്റെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ വണ്ടിയുടെ ചില ഭാഗങ്ങൾ ചെറിയ രീതിയിൽ കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ഇന്നലെ 9:30 മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് നേരെ വരുന്ന മണിയൻ പിള്ള രാജുവിന്റെ വാഹനവും വെള്ളയമ്പലത്ത് നിന്ന് വരുന്ന ഇരുചക്ര വാഹനവും കൂടിയാണ് ഇടിച്ചത്. കാറും ഇരുചക്ര വാഹനവും കൂടി ഇടിക്കുകയായിരുന്നു. മണിയൻ പിള്ള രാജുവിന്റെ കാറ് ഈ 2 നിവേദിത് അതുപോലെ തന്നെ സൂരജ് എന്നിവരുടെ ഇരുചക്ര വാഹനവുമായി ഇടിക്കുകയായിരുന്നു. എന്നാൽ മണിയൻ പിള്ള രാജു ഇവർ ഇടിച്ചു വീണത് കണ്ടിട്ടും കാറ് നിർത്താതെ അവിടെ നിന്ന് പോകുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവർക്കും നല്ല പരിക്കുണ്ട്. സൂരജിന് കാലിന് സാരമായ പരിക്കുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെയൊന്നും മണിയൻ പിള്ള രാജു ആണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്ന കാര്യത്തിൽ പോലീസിന് നിഗമനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മണിയൻ പിള്ള രാജുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മണിയൻ പിള്ള രാജു പോലീസിനോട് താൻ ഇന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാവാം, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഹാജരാവുന്നതായിരിക്കും. ഇത്തരത്തിൽ ഇന്നലെ രാത്രി 9:30 മണിയോടെയായിരുന്നു വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് ഈ 2 ചെറുപ്പക്കാരുടെ ഇരുചക്ര വാഹനം വരുന്നത്. ജൽസി, ഇവിടെ ആ ഒരു വാഹനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ഈ വാഹനത്തിലാണ് ആ 2 ചെറുപ്പക്കാർ ഇന്നലെ ഈ ട്രിവാൻഡ്രം ക്ലബിന്റെ മുന്നിലൂടെ പോകുന്നത്. 9:30 മണിയോടെയായിരുന്നു ഈ കാറുമായിട്ട് മണിയൻ പിള്ള രാജു ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും ഇറങ്ങുന്നത്. ആ ഒരു സമയത്താണ് ഈ ഒരു അപകടം നടക്കുന്നത്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലാണ് ഈ 2 ചെറുപ്പക്കാരും വന്നിരുന്നത്. സാരമായ പരിക്കുകളാണ് ഈ അപകടത്തിൽ ഈ 2 ചെറുപ്പക്കാർക്കും പറ്റിയിട്ടുള്ളത്. കൈക്കും കാലിനും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. മണിയൻ പിള്ള രാജു നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ തന്നെ ഈ വാർത്തകളൊക്കെ 9:30 നടന്ന അപകടത്തിന്റെ വാർത്തകൾ 10 മണിയോടെ തന്നെ പുറത്തു വന്നിരുന്നു. നിർത്താതെ പോവുകയായിരുന്നു. ഈ അപകടം നടന്നത് അറിഞ്ഞിട്ടും നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ ആരാണ് ഈ അപകടത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇടിച്ചിട്ട് പോയ ആൾക്കും വാഹനവും കണ്ടെത്താൻ പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് മണിയൻ പിള്ള രാജുവിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കിയതിനും അതുപോലെ തന്നെ അപകടം ഉണ്ടാക്കി നിർത്താതെ പോയതിനും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഇന്ന് മണിയൻ പിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ അപകടത്തിന് പിന്നിൽ ഈ കാർ ഇടിച്ചിട്ടത് താൻ തന്നെയാണെന്ന് മണിയൻ പിള്ള രാജു സമ്മതിച്ചതായും പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ 9:30 മണിയോടെയാണ് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ നിന്നും ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ബൈക്കിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈക്കിന് വലിയ രീതിയിലുള്ള അപകടമാണ് നടന്നത്. പക്ഷെ ബൈക്കിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ രീതിയിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇരുവർക്കും നല്ല പരിക്കുകളുണ്ട്. അതായത് മണിയൻ പിള്ള രാജുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കാറുമായി ഒളിവിൽ പോയി എന്നാണ് നിഗമനം. പക്ഷെ പോലീസിന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? താൻ തന്നെയാണ് കാർ ഓടിച്ചത് എന്നൊക്കെ സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വേണമോ അനുമാനിക്കാൻ? അതെ, ആദ്യഘട്ടത്തിൽ മണിയൻ പിള്ള രാജുവിനെ കോണ്ടാക്ട് ചെയ്യാനോ അതുപോലെ തന്നെ ഇത് ഒരു നിഗമനത്തിലായിരുന്നു അന്വേഷണം പോയിക്കൊണ്ടിരുന്നത്. മണിയൻ പിള്ള രാജുവിനെ പോലീസ് പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് മണിയൻ പിള്ള രാജുവിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നും താൻ തന്നെയാണ് ഇടിച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ ഹാജരാകുന്നതായിരിക്കും. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. കേസിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. പരിക്കേറ്റ 2 പേരും ഇപ്പോൾ ആശുപത്രിയിലാണ്. അവരുടെ ഒരു നില എങ്ങനെയാണ് ഇപ്പോൾ? 2 പേർക്കും സാരമായ പരിക്കുകളാണെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. കാലിനും കൈക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവിടെ വെള്ളയമ്പലത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഇവരുടെ വാഹനം വരുന്നത്. ബുള്ളറ്റ് ആയതുകൊണ്ട്, റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബൈക്കിന് വലിയ രീതിയിൽ ആ ഒരു അടിയുടെ ആഘാതം ഏറ്റില്ല എന്ന് തന്നെ പറയാം.
പക്ഷേ സാരമായ പരിക്കുകൾ, കാലിനും കൈക്കും പരിക്കുകളുണ്ട്. ഇരുവരും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇടിച്ചിട്ട് ഈ അപകടം നടന്നിട്ട് മണിയൻപിള്ള രാജുവിന്റെ വാഹനം അദ്ദേഹം നിർത്താതെ പോയി എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് ആ ഒരു അപകടം നടന്ന് ആശുപത്രിയിലേക്ക് ഇരുവരെയും മാറ്റാൻ ഒരു സമയമെടുത്തു, ഒരു ഡിലേ ഉണ്ടായി അവിടെ എന്ന് വേണം പറയാൻ. ഇവിടെ ഇതാ വാഹനത്തിന്റെ ഈ കാറിന്റെ മറ്റ് പാർട്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ നമ്മൾ ഒരു വളരെ എന്തായാലും നല്ല ഇടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്.